അമ്മ മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് റിനി. ഞാൻ കോവളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീർക്കാൻ മാതാവ് നൽകിയ വലിയ കൃപയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു അമ്മയോടും ദൈവകുമാരനോടും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയൊരു സാക്ഷ്യം ഞാൻ അമ്മ മാതാവിൻ്റെ മുമ്പിൽ പറയുന്നതിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വിജി എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ്. ആൾ അമ്മയുടെ വലിയ ഭക്തയായിരുന്നു. എപ്പോഴും ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം ഇടുകയും നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ പറയും, ചേച്ചിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ചേച്ചി സ്വന്തം അമ്മയോട് പറയുന്നത് പോലെ മാതാവിനോട് പറയുക, അമ്മയോട് നമുക്ക് എന്ത് സങ്കടവും പറയാമല്ലോ, ചേച്ചി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അതിൽ നിന്ന് കിട്ടിയതിൻ്റെ ഫലം എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി വന്ന് ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മാതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും എന്നോട് പറയുകയും ഞാൻ വന്ന് 2022 ഡിസംബർ 4 ഉടമ്പടി എടുക്കുകയുണ്ടായി. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കലിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു. ഞാൻ അതിവിടെ സാക്ഷിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ എനിക്ക് ആ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞ് ഒരു 2 വർഷക്കാലം ഞാൻ ജോലിയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടി. എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖമുണ്ടായി. കാര്യം അമ്മയ്ക്ക് പെട്ടെന്ന് ഷുഗറൊക്കെ കുറഞ്ഞ് അമ്മ വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അമ്മയെ നോക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ ആയതിന് ശേഷമാണ് എനിക്ക് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ജോലി നഷ്ടമായി. ഞാൻ അവിടെ സെയിൽസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രൈവറ്റ് ബാങ്കിൽ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. ഞാൻ വളരെയധികം വിഷമത്തിലായിരുന്നു. എന്ത് ജോലി കിട്ടിയാലും ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ഒരു തൂപ്പ് ജോലിയെങ്കിലും കിട്ടിയെങ്കിൽ പോവാം എന്ന് ഞാൻ പറയും. കാര്യം എനിക്ക് EMI കാര്യങ്ങളൊക്കെ ഉണ്ട്, അടയ്ക്കാനുള്ള നിവർത്തിയില്ല. അതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു. എൻ്റെ കൂട്ടുകാരിയുടെ അടുത്തും പറയും. അപ്പം പറയും, ചേച്ചി പോയി ഉടമ്പടിയിൽ വച്ച് ചേച്ചി പ്രാർത്ഥിക്കും. ഞാൻ അടുത്ത ഉടമ്പടിയിൽ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കലിന് വിഷയം വെച്ചു പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, മാതാവേ എനിക്കൊരു ജോലി മാതാവ് നൽകണമെന്ന്. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് SBIയിൽ ഒരു ഇൻ്റർവ്യൂവിന് എനിക്കൊരു ചാൻസ് കിട്ടി. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെയധികം ടഫായിരുന്നു. പക്ഷേ ഞാൻ പോകാനും ഒരുപാട് മടിച്ചു. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ ഇവിടെ SBIയിലൊക്കെ പോകുമ്പോൾ എന്തുമാത്രം ആ ഒരു ബുദ്ധിമുട്ടൊന്ന് കരുതി ഞാൻ പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാശ് രൂപം ഉള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സാറൊക്കെ നല്ല ചിരിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എന്നെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യങ്ങളും ചോദിപ്പിച്ചില്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരെൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ എൻ്റെ മാതാവിൻ്റെ മുഖമാണ് ഞാൻ അവിടെ കാണുന്നത്. വളരെയധികം സന്തോഷത്തോടെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വീട്ടിൽ വന്നു. ഒരുപാട് നാളായിട്ടും എനിക്ക് അപ്പോയിൻമെൻറ്റ് വന്നില്ല, ലെറ്ററൊന്നും വന്നില്ല. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജോലിക്ക് ജോയിനിങ് ആയി. 2025 ഓഗസ്റ്റ് 14 ഞാൻ SBIയിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, റിനി ഡബിൾ പ്രൊമോഷനിൽ കുറഞ്ഞ് റിനി വേറെ ഒന്നും നോക്കരുത്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. റിനിക്ക് പറ്റും, റിനി ചെയ്യണം, പ്രൊമോഷൻ എടുക്കണം എന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. ഞാൻ മാതാവിനോട് തന്നെ ഞാൻ അടുത്ത ഉടമ്പടിയിൽ വിഷയം വെച്ചു. മാതാവേ എനിക്കറിയില്ല, ഞാൻ എങ്ങനെ എത്തുമെന്നും എനിക്കറിയത്തില്ല. കാര്യം ഇനി 5 മാസത്തെ സമയമേ ഉള്ളൂ മാർച്ച് കഴിയാനായിട്ട്. കാര്യം 3 മാസം നമുക്കല്ലാതെ കുറച്ച് റിക്രൂട്ട്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് അവർ നമുക്ക് സമയം തരും. പിന്നെ ഒരു 5 മാസം മാർച്ചിനകത്ത് വെച്ച് അവർ പറഞ്ഞ ഫിഗർ എത്തി ഡബിൾ പ്രൊമോഷനിലെത്തണം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബ്രാഞ്ചിൽ തന്നെ 4 വർഷമോ 3 വർഷമോ ആയ ആൾക്കാർ ഇരിപ്പുണ്ട് പ്രൊമോഷൻ എടുക്കാതെ. ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. ഓരോ ആവശ്യത്തിനും ഞാൻ ഓരോ കസ്റ്റമറെ കാണാൻ പോകുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ ഉപ്പ് കയ്യിൽ കൊണ്ടുപോയിട്ട് ഉപ്പ് വിതറി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ ഒരു വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിച്ച് എനിക്കത് കിട്ടൂല എന്ന് വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത്. പക്ഷേ എനിക്കത് അവിടെ നഷ്ടപ്പെട്ടെങ്കിലും മാതാവ് എനിക്ക് വേറൊരിടത്തു നിന്ന് എനിക്കത് കൂട്ടിച്ചേർത്ത് തന്നു.
അത്ഭുതം തന്നെയാണ് പറയാൻ. 5 മാസം കൊണ്ട് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നുള്ള പോസ്റ്റിൽ നിന്ന് മാതാവ് എനിക്ക് ഡബിൾ പ്രൊമോഷൻ എടുക്കാനുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. ഇന്ന് ഞാൻ ഈ സന്നിധിയിൽ വരാൻ ഇരുന്ന ഒരു വ്യക്തിയല്ല. കാര്യം എനിക്കിനി അടുത്ത മാസം ലാസ്റ്റ് എനിക്ക് ഉടമ്പടി പുതുക്കിയാൽ മതി. അപ്പോൾ ഇന്നലെ എൻ്റെ ചേച്ചി പറയുകയാണ്, ഞാൻ ഇന്ന് കൃപാസനത്തിൽ പോകുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചി ഞാനും വരുന്നു എന്ന് പറഞ്ഞ് രാത്രി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞാനിവിടെ വന്ന് വളരെ ക്ഷീണിതയായിരുന്നു. ഞാൻ കുറേ നേരം കിടന്നു ഇവിടെ വന്നു പ്രാർത്ഥനയൊക്കെ കണ്ടു, കുർബാന കണ്ടു എല്ലാം. അപ്പോൾ ലീവിൻ്റെ കാര്യത്തിന് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാർ എന്നോട് പറയുകയാണ്, റിനി മന്ത് എൻ്റെ ആണ്, എങ്ങനെ നിനക്ക് ലീവ് തരും? ഞാൻ പറഞ്ഞു സാറേ ഞാൻ എവിടെ ഇരുന്നാലും ഞാൻ വർക്ക് ചെയ്യും സാറേ. ഓക്കെ ശരി റിനി പോയിട്ട് വാ, പള്ളിയിലല്ലേ പോകുന്നേ എന്ന് പറയുകയുണ്ടായി. ഞാൻ ആ ബാക്കിൽ വന്ന് ഞാൻ ഇന്ന് കിടന്നു. കാര്യം എനിക്ക് അത്രയും ക്ഷീണമായിരുന്നു. എൻ്റെ ചേച്ചിയും മോളും ഒക്കെ ഉടമ്പടി എടുക്കാനൊക്കെ പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് വരുന്ന റാലിയൊക്കെ നോക്കി അങ്ങനെ പ്രാർത്ഥിച്ച് അവരെ ഒപ്പം മറിയത്തിൻ്റെ പാട്ടൊക്കെ പാടി ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഫോണിൽ 11:20 ആയപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നു, എനിക്ക് പ്രൊമോഷൻ ലിസ്റ്റ് വന്നു. എൻ്റെ ഫോണിൽ ഞാൻ കണ്ട് നിറകണ്ണീരോടെ ഞാൻ ഓടി ഞാൻ സിസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഡബിൾ പ്രൊമോഷനായി എന്നുള്ള ലിസ്റ്റ് എനിക്ക് വന്ന് സിസ്റ്ററെ, ലിസ്റ്റ് വന്ന് എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് എനിക്ക് നന്ദി പറയണം. അപ്പം പറഞ്ഞു വേണ്ട നമുക്ക് സാക്ഷ്യം പറയാം എന്ന് പറയുകയുണ്ടായി. എനിക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാര്യം വളരെയധികം ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടുപോകുമ്പോൾ എനിക്ക് 2 വീലറാണ് ഉള്ളത്. മഴയത്തും വെയിലത്തുമൊക്കെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ആകാശത്തോട്ട് നോക്കും, അമ്മേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ നീലമേഘത്തിൽ എൻ്റെ അമ്മയെ കാണും, ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയും എനിക്ക് പ്രാർത്ഥിക്കണേ, എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും നീ എന്തിന് ടെൻഷൻ അടിക്കണേ, ഞാനില്ലേ എന്നുള്ള ഒരു ഭയങ്കര എന്നിട്ട് ഒന്നും എനിക്ക് അത്രയും മനസ്സിന് ടെൻഷൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് അമ്മയുടെ മുഖത്ത് നോക്കി ഒരുപാട് നേരം ഇരിക്കും. എൻ്റെ ഫോൺ എടുക്കുകയാണെങ്കിൽ പോലും എൻ്റെ ഫോണിൽ എൻ്റെ അമ്മയാണ് ഫ്രണ്ടിൽ. ഞാൻ എൻ്റെ അമ്മേൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ എനിക്കാരുമില്ല എനിക്ക് പറയാൻ വേണ്ടി, എൻ്റെ അമ്മ തന്നെ തുണയായിരിക്കണം. സങ്കടം വരുമ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മ കൊടുക്കും എൻ്റെ മാതാവിന്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ നീ തുണയായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് ഈ അമ്മയുടെ വണക്ക മാസത്തിൽ തന്നെ എനിക്കിവിടെ വരുവാനും എനിക്ക് സാക്ഷ്യം പറയാനും അമ്മയാണ് എന്നെ ഇവിടെ ഇന്ന് വരുത്തിയത്, ഞാൻ വന്നതല്ല. ഇപ്പോൾ ഞാൻ ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഞാനിപ്പോൾ സീനിയർ അസോസിയേറ്റ് മാനേജറായിട്ട് ഇന്ന് പ്രൊമോഷനായി. എനിക്ക് അതിൽ വളരെയധികം ഞാനും എൻ്റെ കുടുംബവും എല്ലാം വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ അമ്മ മാതാവിനോട് 1000 നന്ദി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ പത്രം വാങ്ങി ഞാൻ കൊടുക്കും ഹോസ്പിറ്റലുകളിലും. എൻ്റെ അടുത്ത് ആര് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നാലും അവർക്കിവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കൾ വാങ്ങി ഞാൻ അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കും, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും. കൂടുതലും ഹിന്ദുക്കളായിട്ടുള്ളവരാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാനിവിടെ വരുമ്പം ഞാൻ ഫോട്ടോ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്കും വേണ്ടി. ഞാൻ പറയും പ്രാർത്ഥിക്കാൻ. ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവർക്കും കൊണ്ടു കൊടുക്കും. പിന്നെ ഈ രോഗികൾക്ക് ആഹാരം കൊടുക്കും. അതോടൊപ്പം തന്നെ കൈക്കും കാലിനും സുഖമില്ലാത്ത രോഗികൾക്ക് ഞാൻ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കും. പിന്നെ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് ഇറങ്ങില്ല. ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ശാന്തത എനിക്ക് കിട്ടും. എൻ്റെ വർക്കിൻ്റെ എല്ലാ പ്രഷറും ഞാൻ മറന്നു പോകും. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോവാറുണ്ട്. ഞാൻ കുമ്പസാരിക്കും. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബമായിട്ട് കുടുംബ പ്രാർത്ഥനയിലും പങ്കെടുക്കാറുണ്ട്. ഡെയിലി ബ്രേഡ് ഞാൻ കേൾക്കാറുണ്ട് രാവിലെ. അതുപോലെ തന്നെ ബൈബിൾ വായനയുണ്ട്. ബൈബിൾ വായിക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. പള്ളിയിൽ അച്ഛൻ അവിടെ വന്ന് വായിക്കാനൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ വിക്കിയിട്ടൊക്കെ ഇറങ്ങി വരും. പക്ഷേ ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ബൈബിൾ വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വചനം ഫുള്ള് വായിച്ച് തീർന്നാലും വീണ്ടും വീണ്ടും വായിക്കണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഞാൻ പള്ളിയിലൊക്കെ ഇപ്പോൾ ഏതൊരവസരം വന്നാലും ഞാൻ പോയി വായിക്കാറുണ്ട്. അത് എനിക്ക് ഈ ഉടമ്പടി തന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ കുടുംബത്തിന് വളരെയധികം സന്തോഷവും സമാധാനവും ലഭിച്ചു. അതുപോലെ തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ സ്ഥിരമായി ഞാൻ ഉപയോഗിക്കും. ഉടമ്പടി തൈലം ഉപയോഗിക്കും, ഉപ്പ് ഉപയോഗിക്കും. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും
പഠിത്തത്തിൽ പിന്നോട്ട് നിന്നാലോ എന്താവശ്യത്തിന് അവരൊരു രോഗം വന്നാലോ പെട്ടെന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കും. അമ്മ മാതാവ് വളരെയധികം അതുപോലെ തന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഉടമ്പടിയിൽ വെച്ചതാണ് എനിക്കൊരു വലിയൊരു കടഭാരം ഉണ്ടായിരുന്നു. അതെൻ്റെ മൂന്നാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കലിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊരു ഡേറ്റ് വെച്ചാണ് പ്രാർത്ഥിച്ചത്. ഡിസംബർ 7 ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് എനിക്ക് കടഭാരം തീർക്കാൻ അമ്മ എനിക്കൊരു വഴി തരണമെന്ന്. അതുപോലെ തന്നെ ഡിസംബർ 4 എൻ്റെ ഒരു വസ്തു ഒരു 9 വർഷമായിട്ട് വിൽക്കാതെ കിടന്ന ഒരു വസ്തുവായിരുന്നു. അത് ഡിസംബർ 4 അഡ്വാൻസ് ആവുകയും ഡിസംബർ 7 ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുകയുണ്ടായി. ഇത്രയെല്ലാം ചെയ്തെൻ്റെ ജീവിതം ഇത്രയും ധന്യമാക്കിയ അമ്മ മാതാവിനും ദൈവകുമാരനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്നും നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 3-4 വചനങ്ങളാണ്. ദൈവസാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന് സമാധാനവും ശക്തിയും ശാന്തിയും നൽകുന്നത്. രക്ഷയുടെ കിണറ്റിൽ നിന്നും നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തെ പറ്റിയാണ്. ഉടമ്പടിയിലാവുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും സന്തോഷത്തോടെ അവർ ദൈവത്തെ വിളിക്കുമ്പോൾ ആ സന്തോഷത്തോടെ തന്നെയാണ് ആ രക്ഷയുടെ കിണറ്റിൽ നിന്നും ആ ജലം കോരിയെടുക്കാനായിട്ട് ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കുന്നത്. ഉടമ്പടി ജീവിതം പ്രത്യാശയുടെ സമാധാനത്തിൻ്റെ വഴിയാണ്. ദൈവത്തിൻ്റെ രക്ഷയുടെ ഉറവിടങ്ങളാണ്. ആ ഉറവിടങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മുടെ ദുഃഖത്തിൽ ആശ്വാസവും, രോഗത്തിൽ പ്രത്യാശയും, ഭയത്തിൽ ധൈര്യവും, നിരാശയിൽ പുതുജീവനുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവാനുള്ള ഓരോ അവസരങ്ങളും പാഴാക്കാതെ ഉടമ്പടി മക്കൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയും ചെയ്യുന്നത്. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് നാം ഓരോരുത്തരും ഉദ്ഘോഷിക്കുകയാണ് കൃപാസനം ഉടമ്പടിയിലൂടെ. കൃപാസന സന്നിധിയിൽ വന്ന് രക്ഷയുടെ കിണറ്റിൽ നിന്നും സന്തോഷത്തോടെ നമുക്കും ആ വെള്ളം കോരിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റിനിയുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും സന്തോഷത്തോടെ ജലം കോരിയെടുത്ത ഒരു അനുഭവ സാക്ഷ്യമാണ് റിനി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് 2 വർഷത്തോളം ജോലിയില്ലാതെ വിഷമിച്ച് വീട്ടിലിരുന്നപ്പോഴാണ് കൃപാസനത്തെ പറ്റി യൂട്യൂബിൽ കേൾക്കുകയും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഈ മകള് ഏതെങ്കിലും ജോലി എന്തെങ്കിലും രീതിയിൽ കിട്ടിയാൽ എടുക്കാമെന്ന ആ വിശ്വാസത്തോടെ, ആ പ്രതീക്ഷയോടെയാണ് ഈ മകള് പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് ഒരു SBIയിൽ ഒരു സാധാരണ ഒരു ജോലി കിട്ടി. പിന്നീട് അമ്മയുടെ രോഗാവസ്ഥയിൽ ജോലിക്ക് പോകാൻ പറ്റാതായി. പിന്നീട് വന്ന് പെട്ടെന്നൊരു യാദൃശ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കോൾ കിട്ടുന്നത്. അത് SBIയിൽ. അങ്ങനെയാണ് ഈ മകള് ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ കാശുരൂപം മുറുകെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അമ്മയുടെ സാന്നിധ്യം ഉറപ്പുവെച്ചാണ് ഈ മകൾ ഇൻ്റർവ്യൂവിന് പോയത്. നല്ലൊരു സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യം ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഈ മകൾ പറയുന്നത്. പിന്നീട് അവിടെ തന്നെ ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റാണ് ജോലി കിട്ടിയത്. പിന്നീടുള്ള ഒരു പോസ്റ്റിന് വേണ്ടി, ഒരു ഹയർ പ്രൊമോഷന് വേണ്ടിയിട്ട് വളരെ തീക്ഷ്ണമായിട്ട് വർക്ക് ഹാർഡ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഒരു സീനിയർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ പ്രയത്നത്തിൽ തന്നെയാണ് അവിടെയും ഈശോയും അമ്മയും ഈ മോളെ കനിഞ്ഞനുഗ്രഹിക്കുകയാണ്. ഇന്ന് പതിവില്ലാതെ പെട്ടെന്നൊരു ആഗ്രഹമാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പോകണമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സമയത്താണ്, ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് മൊബൈലിൽ at 11:27 ഒരു മെസ്സേജ് വരികയാണ്. അത് 5 മാസം കഴിഞ്ഞത്, അതായത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകളുടെ ജീവിതത്തിൽ വീണ്ടും ഇടപെടുകയാണ്. 5 മാസം കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ഡബിൾ പ്രൊമോഷൻ നൽകിയാണ് ഈശോയും അമ്മയും അനുഗ്രഹിച്ചതായിട്ട് കൃപാസനം അമ്മയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ മകൾക്ക് മെസ്സേജ് വരികയാണ്. അത് ഒരു ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റിൽ നിന്ന് സീനിയർ അസോസിയേറ്റ് മാനേജറായിട്ട് SBIയിലേക്ക് ഒരു ഡബിൾ പ്രൊമോഷൻ നൽകി അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരുന്നപ്പോൾ തന്നെ ഈ മെസ്സേജ് വന്നപ്പോൾ ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്ന റിനി പറയുന്നത്,
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാൻ സാധിച്ചു. ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വന്നിരുന്നപ്പോൾ ഈ മെസ്സേജ് വന്നതെങ്കിൽ അത് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഈശോ നൽകിയ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് 9 വർഷത്തോളവും കിട്ടാതിരുന്ന വിൽക്കാൻ പറ്റാതിരുന്ന ഒരു സ്ഥലം വിൽപ്പന നടത്തുകയും കടബാധ്യതകൾ എല്ലാം തീർക്കുവാൻ സാധിക്കുകയും ചെയ്തുവെന്നും അത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെയെല്ലാം നാം കാണുന്നത് നമുക്ക് മെറിറ്റ് ഇല്ലയെന്ന് തോന്നുമ്പോഴും നമുക്ക് മെറിറ്റാക്കി തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്ന ആ ഉടമ്പടി ദൈവം. മക്കളുടെ കാര്യത്തിൽ എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും പരിശുദ്ധ അമ്മ ശ്രദ്ധാലുവായ ഒരമ്മയാണ്. കാനായുടെ വിവാഹ വിരുന്നിലെ കുടുംബ പ്രശ്നമാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഇന്നും ആ അമ്മ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ കണ്ണീരോടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അമ്മയാണ് കാനായിൽ വെച്ച് തന്ന ആ കാര്യം ഇന്നും അമ്മ ചെയ്യുന്നത്. ഈശോയുടെ അരികിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പുന്ന അമ്മയോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപാസനം സന്നിധിയിൽ നിന്ന് രക്ഷയുടെ ആ കിണറ്റിലേക്കാണ്, ആ കിണറ്റിലെ സന്തോഷത്തോടെ ജലം കോരുവാനുള്ള ഒരവസരം ഒരുക്കി തരുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ നമുക്കൊരു വഴികാട്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്കും ആ നിത്യജലം കോരിയെടുക്കുവാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷയുടെ കിണറ്റിൽ നിന്നും നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിനെന്ന്. ഒരുപക്ഷെ നാം ആ ജലത്തിന് വേണ്ടി ദാഹിച്ചായിരിക്കാം ഇവിടെ ഇരിക്കുന്നത്. വരണ്ട ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ആ കിണറ്റിൽ നിന്നും സന്തോഷത്തോടെ നമുക്കും ആ ജലം കോരിയെടുക്കാനുള്ള ഒരവസരമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കർത്താവിന് നന്ദി പറയുവാനുള്ള ആ നാളുകൾക്കായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവാനുള്ള ആ സാഹചര്യത്തിനായിട്ട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. റിനിക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിൽ പ്രത്യേകിച്ചും ഈ ഡബിൾ പ്രൊമോഷന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.